Hello everyone, welcome to Sri Narayana Guru Open University BA English first semester class History of Britain Block 1 Unit 4 Norman Conquest. So the Norman, initially pagan barbaric pirates from Denmark, Norway and Iceland, increased raids on France in the 9th century. They eventually conquered northern France, adopted its languages, customs, and religion, and settled in the region and called Normandy. Okay. William, the Duke of Normandy, had claimed to England throne as a distant cousin of King Edward. Upon Edward's death without an heir in 1066, William declared himself the rightful successor. Then Harold, Earl of Essex, seized the throne, leading William to prepare a large army to invade England and secure the throne. The Battle of Hastings determined the English throne's rightful heir between William and Harold. Harold was killed and remaining English troops retreated. William was conquered from this victory. Okay, അപ്പം ഈ നോർമൻ കോൺക്വസ്റ്റിൽ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ കിങ് എഡ്വേർഡ് ആയിരുന്നു ഇംഗ്ലണ്ടിലെ കിങ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ കിങ് എഡ്വേർഡിന് ഒരു സക്സസർ അല്ലെങ്കിൽ ഒരു പിന്നെ ജനറേഷനോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു തലമുറ ഇല്ലായിരുന്നു ഈ ഭരണം ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ 1066 നമ്മുടെ കിങ് എഡ്വേർഡ് എന്ത് ചെയ്യാണ് മരിക്കുന്നുണ്ട്. അങ്ങനെ ഈ കിങ് മരിച്ചതിന് ശേഷം ഈ ഭരണം തുടർന്ന് കൊണ്ടുപോകാൻ അവിടെ ഒരു സക്സസർ ഇല്ലാണ്ട് വരികയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ് ഹെറോൾഡിന് ഈ ഒരു എന്താ പറയാ കിങ്ഡം അത് കൈമാറുന്നുണ്ട്. അദ്ദേഹം ഈ എഡ്വേർഡിന്റെ ഭരണത്തിന് ശേഷം ഹെറോൾഡ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭരണം ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ആർക്കും ഇഷ്ടാവുന്നില്ല. വില്യം, ഡ്യൂക്ക് ഓഫ് നോർമൻഡിയിലെ ഡ്യൂക്കാണ് വില്യമിന് ഇഷ്ടാവുന്നില്ല. അങ്ങനെ വില്യം എന്ത് ചെയ്യാണ് സ്വയം സ്വയം ഒരു ആർഗ്യുമെന്റ് ചെയ്യുന്നുണ്ട്. എന്ത് എഡ്വേർഡ് എന്ത് ചെയ്തിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ കിങ് ഞാനാണെന്നുള്ളത് അല്ലെങ്കിൽ ഞാനാവും എന്നുള്ളത് അദ്ദേഹം എനിക്ക് തന്നൊരു പ്രോമിസ് ആണെന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത് ആർക്കും ഇഷ്ടാവുന്നില്ല, ഹെറോൾഡിന് ഇഷ്ടാവുന്നില്ല. അങ്ങനെ ഹെറോൾഡ് എന്ത് ചെയ്യണം സീസ് ദ ത്രോൺ, ഈ ഒരു സിംഹാസനം അല്ലെങ്കിൽ ഈ ഒരു ഭരണം ഉപരോധിക്കുന്നുണ്ട്. വില്യമിന്റെ ഒരു ഭരണം അല്ലെങ്കിൽ അയാൾ ക്ലെയിം ചെയ്തെല്ലാം അയാൾ ഉപരോധിക്കുകയാണ്, ഹെറോൾഡ് ഉപരോധിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഹെറോൾഡും വില്യവും തമ്മിലൊരു യുദ്ധം എന്ത് ചെയ്യുന്നുണ്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതാണ് ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നീട് ഈ ബാറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹെറോൾഡിനെ വില്യം കൊല്ലുന്നുണ്ട്. അങ്ങനെ വില്യം എന്ത് ചെയ്യാണ് ഇംഗ്ലണ്ടിലെ കിങ് ആയിട്ട് മാറുകയാണ്. ഈ യുദ്ധത്തിൽ വില്യമിന്റെ കൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് ഉള്ള കുറച്ച് നോർമാൻസ് അല്ലെങ്കിൽ വൈക്കിങ്സ് ഒക്കെ വില്യമിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നോർമൻ കോൺക്വസ്റ്റിന്റെ ഒരു ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വിക്ടറിയിലൂടെയാണ് അല്ലെങ്കിൽ ഈ ഒരു ബാറ്റിലെ ഒരു വിജയത്തോടെയാണ് വില്യം ദ കോൺകറർ എന്നുള്ള ഒരു പേര് കിട്ടുന്നത് ഈ ഒരു പിന്നെ ബാറ്റിലൂടെയാണ്. ഓക്കെ, സോ ദ നോർമൻ കോൺക്വസ്റ്റ് ഹാഡ് പ്രൊഫൗണ്ട് പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സോഷ്യൽ ഇഫക്റ്റ് ഓൺ ദ ബ്രിട്ടീഷ് ഐൽസ്. അപ്പോൾ ബ്രിട്ടീഷ് ഐൽസിൽ ഈ നോർമൻ കോൺക്വസ്റ്റ് ഒരു പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സോഷ്യൽ ഇഫക്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ ടേംസ് വില്യം വിക്ടറി ഡെസ്ട്രോയിഡ് ഇംഗ്ലണ്ട്സ് ലിങ്ക് വിത്ത് സ്കാൻഡിനേവിയ ആൻഡ് brought the country into close contact with continent, especially France. അപ്പം ഈ വില്യമിന്റെ വിജയത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ് ഇംഗ്ലണ്ടിനെ സ്കാൻഡിനേവിയുമായിട്ടുള്ള ഒരു ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ എന്ത് ചെയ്യാണ് ഡിവാസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് അവിടെ ഇല്ലാണ്ടാവുന്നുണ്ട്. പിന്നീട് ഇവരെന്ത് ചെയ്യുന്നുണ്ട് ഫ്രാൻസുമായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വേറൊരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ലാൻഡ് ടെന്യൂർ അല്ലെങ്കിൽ ലാൻഡ് ഓണിങ്, ഭൂ ഉടമസ്ഥതയും അതുപോലെ തന്നെ മിലിറ്ററി സർവീസിന്റെയും ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് രണ്ടും എന്ത് ചെയ്യാണ് ഇവര് വില്യം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയുന്നത് അവിടുത്തെ ഗവൺമെന്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ദ ഗവൺമെന്റ്. Okay, Anglo-Saxon England had a well-structured main and local governments and an effective judicial system. അപ്പം ആംഗ്ലോ-സാക്സൺ ഇംഗ്ലണ്ടിന് ഒരു ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലോക്കൽ ഗവൺമെന്റും അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ് ജുഡീഷ്യൽ സിസ്റ്റം അവർക്കുണ്ടായിരുന്നു. ദ ഓൾഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ലൈക്ക് ഹൺഡ്രഡ്സ് ആൻഡ് ഷെയർസ് വർ കെപ്റ്റ് വിത്ത് മൈനർ ചേഞ്ചസ്. അപ്പം ഈ ഒരു ഇപ്പം ഹൺഡ്രഡ്സും ഷെയർസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പം ഈ ഹൺഡ്രഡ്സ് ഷെയർസ് എന്നുള്ള ഈ ഒരു ഓൾഡ് സിസ്റ്റം അതെന്ത് ചെയ്തു കുറച്ച് മാറ്റങ്ങളോട് കൂടിയിട്ട് അവരത് തുടർന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു, അവരത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
വില്യമിന്റെ ലാൻഡ് പോളിസീസ് ഒക്കെ എന്ത് ചെയ്തു, ഒരു ഫ്യൂഡലിസത്തിലേക്ക് അത് ഗ്രോത്ത്, അതിന്റെ ഒരു ഈ ലാൻഡ് പോളിസീസ് ഒക്കെ വില്യം കൊണ്ടുവന്ന ലാൻഡ് പോളിസീസ് ഒക്കെ ഫ്യൂഡലിസത്തിലേക്കുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു. വിച്ച് വാസ് എക്സിസ്റ്റഡ് ഇൻ ആംഗ്ലോ സാക്സൺ ടൈം. ഇത് ആംഗ്ലോ സാക്സൺ ടൈമിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, വില്യം മേഡ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ടു in it to suit his needs. അപ്പം വില്യം ഈ ഒരു ചേഞ്ചസ് എല്ലാം കൊണ്ടുവന്നത് വില്യമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. He allowed Anglo-Saxons to Mercia and Northumbria to keep their land since they did not oppose him at Hastings. അപ്പം ഈ വില്യമിന് നേരത്തെ നമ്മൾ പറഞ്ഞു ഹാരോൾഡും വില്യമും തമ്മിൽ ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സ് അല്ലെ, ഹാസ്റ്റിംഗ് യുദ്ധം ഉണ്ടായപ്പോൾ വില്യമിനെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വില്യമിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ വില്യമിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആംഗ്ലോ സാക്സൺ കുറച്ച് ആംഗ്ലോ സാക്സൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ വില്യമിനെ ഒപ്പോസ് ചെയ്യാത്ത അല്ലെങ്കിൽ വില്യമിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് ആംഗ്ലോ സാക്സൺസിന് എന്ത് ചെയ്തു, മേർഷ്യയിലും നോർത്തംബ്രിയയിലും ഒക്കെ ലാൻഡ് കൊടുത്തു. പിന്നെ the only condition was that they accepted William's authority as king and as their feudal lord. He shifted land ownership from unsupportive Anglo-Saxon nobles to trustworthy Normans. Okay, the only condition was that they accepted William's authority. അപ്പം ഇവര് ഒരു കണ്ടീഷൻ വെച്ചിരുന്നത് എന്താന്ന് വെച്ചാല് വില്യമിനെ കിങ് ആയിട്ടും അതോറിറ്റി ആസ് എ കിങ്, വില്യമിന്റെ അധികാരത്തെയും ഒരു കിങ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യണം, അവരുടെ ഫ്യൂഡൽ ലോഡ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം, വില്യമിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷനാണ് ഇതിന് പകരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ വില്യം എന്ത് ചെയ്യാണ്, ആംഗ്ലോ സാക്സൺസിൽ നിന്നും, അതായത് വില്യമിനെ സപ്പോർട്ട് ചെയ്യേണ്ട ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സിൽ വില്യമിനെ സപ്പോർട്ട് ചെയ്യാത്ത ആംഗ്ലോ സാക്സൺസിൽ നിന്നും അവരുടെ ലാൻഡ് ഓണർഷിപ്പ് എന്ത് ചെയ്യാണ്, ഈ വില്യമിന് വിശ്വസ്തരായിട്ടുള്ള നോർമൻസിന് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നോർമൻ ഫ്യൂഡലിസം വാസ് ബേസ്ഡ് ഓൺ ദ കിങ്സ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പൊ ഈ നോർമൻ ഫ്യൂഡലിസം എന്ന് പറയുന്നത് കിങ്ങിന്റെ ഒരു പവർ വെച്ചിട്ടാണ് ഈ ഒരു ഫ്യൂഡലിസം ഉള്ളത്. ഓക്കെ, ഇൻ ഫ്യൂഡലിസം കോൺട്രാക്ട് വർ മെയ്ഡ് എമംഗ് നോബിൾസ്. അപ്പം ഈ ഒരു കോൺട്രാക്ട് ഉള്ളത് നോബിൾസുമായിട്ടാണ് ഇവർ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അണ്ടർ ദിസ് സിസ്റ്റം ദ കിങ് ഹെൽഡ് അൾട്ടിമേറ്റ് ലാൻഡ് ഓണർഷിപ്പ് ആൻഡ് വാസ് കൺസിഡേർഡ് ദ ടോപ്പ് ഓഫ് ആൻ ഇമേജിനറി ഹൈറാർക്കി. അപ്പം ഈ ഒരു കിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അൾട്ടിമേറ്റ് ഈ ഒരു ലാൻഡ് ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇത് കൺസിഡർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ഹൈറാർക്കി, ഇമേജിനറി ഹൈറാർക്കി ആണ്. കിങ് ആണ് ഇതിന്റെ ടോപ്പിൽ നിന്നുള്ളൊരു ഇമേജിനറി ഹൈറാർക്കി ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ബിലോ ദ കിങ് വെർ വാസൽസ്. ഈ കിങ്ങിന്റെ എന്താ പറയാ തൊട്ട് താഴെ വാസൽസും അതുപോലെ തന്നെ നോബിൾസിന്റെ ഒരു ഹൈറാർക്കിയും ഉണ്ട്. ഓക്കെ, ഹു ഹെൽഡ് ദ ലാൻഡ് 5. അപ്പം ഇവരൊരു ലാൻഡ്, ഈ നോബിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലാൻഡ് അവരുടെ കയ്യിലുണ്ടാവും. അതിനെയാണ് 5 എന്ന് പറയുന്നത്. അത് ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത് കിങ്ങിന്റെ കയ്യിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതിനെയാണ് അല്ലെങ്കിൽ അവരെയാണ് ടെനൻസ് ഇൻ ചീഫ് എന്ന് പറയുന്നത്. ദി നോർമൻസ് ഡിവൈഡഡ് ഇംഗ്ലീഷ് ലാൻഡ്. ഓക്കെ, ഈ നോർമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് ലാൻഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫ്യൂഡലിസം എന്ത് ചെയ്യാണ്, ഇവരുടെ ഒരു മിഡീവൽ ഇംഗ്ലണ്ടിലെ ഫ്യൂഡലിസം ഇവരുടെ ഒരു വേ ഓഫ് ലൈഫ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ആൻഡ് റിമൈൻസ് ഓഫ് ഫോർ മെനി സെഞ്ചുറീസ്. അപ്പൊ ഇത് ഒരുപാട് കാലം ഇതിങ്ങനെ തന്നെ നിലനിന്നു എന്നാണ് പറയുന്നത്. വില്യം നീഡ് എ വേ ടു കൺട്രോളിങ് ഇംഗ്ലണ്ട് സോ ദാറ്റ് ദ പീപ്പിൾ റിമെയിൻഡ് ലോയൽ ടു ഹിം. അപ്പം വില്യം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇംഗ്ലണ്ടിലെ ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാല് അങ്ങനെ ആവുമ്പോഴാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, വില്യമിനോട് കൂടുതൽ ലോയൽ ആവുന്നത്. ഓക്കെ, William considered all the land in England his own personal property, gave out fives to nobles who in return had to give military service when required. അപ്പം ഈ വില്യം എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇംഗ്ലണ്ടിന്റെ ലാൻഡ് മുഴുവനും വില്യംസ് എന്ത് ചെയ്യാണ്, ആളുടെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട് കാണുകയാണ്. ഓക്കെ, അങ്ങനെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഗേവ് ഔട്ട് 5. ഇതിൽ കുറച്ച് ലാൻഡ് 5 ആയിട്ട് കൊടുക്കുന്നുണ്ട്, വില്യം കൊടുക്കുന്നുണ്ട്, നോബിൾസിന് 5 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് റിട്ടേൺ ആയിട്ട് നോബിൾസ് എന്ത് ചെയ്യും, ഈ കിങ്ങിന് എപ്പോഴാണോ മിലിറ്ററി സർവീസ് ആവശ്യമായിട്ടുള്ളത് അപ്പോഴെല്ലാം കുറച്ച് ആർമീസിന് സോൾജേഴ്സിന് എന്ത് ചെയ്യും, കിങ്ങിന് പ്രൊവൈഡ് ചെയ്യും. വില്യം ഡിവൈഡഡ് അപ്പ് ഇംഗ്ലണ്ട് ഇൻ ടു വെരി ലാർജ് പ്ലോട്ട് ഓഫ് ലാൻഡ്. അങ്ങനെ എന്ത് ചെയ്തു വില്യം, ഇത് ഇംഗ്ലണ്ടിലെ ലാൻഡ് എല്ലാം അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ ലാൻഡ്സ് എല്ലാം തന്നെ എന്ത് ചെയ്യാണ്, വലിയ വലിയ പ്ലോട്ട്സുകളായിട്ട്, ലാർജ് പ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, മൂവിങ് ഓൺ. Noblemen who fought bravely for William, especially at Hastings, were granted land. അപ്പം ഈ വില്യമിനോട് കൂടി ബ്രേവ് ആയിട്ട് ധൈര്യത്തോടെ എന്താണ് ഈ ഹാസ്റ്റിങ്സ് യുദ്ധത്തില് പിന്നെ പങ്കെടുത്ത നോബിൾ മെന്നിന് എന്ത് ചെയ്തു, ലാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡഡ് ദ ലാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ ലാൻഡ് വാസ് നോട്ട് സിംപ്ലി ഗിവൺ ടു ദീസ് നോബിൾസ്. ഈ നോബിൾസിന് ലാൻഡ് കൊടുത്തു എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് കൊടുത്തതല്ല. ദേ ഹാഡ് ടു സ്വെയർ ആൻ ഓത്ത് ഓഫ് ലോയൽറ്റി ടു വില്യം. ഓക്കെ, അപ്പം
വില്യമിന്റെ അടുത്ത് എന്ത് ചെയ്യണമായിരുന്നു, ഇവർക്കൊരു ഓത്ത്, ഒരു പ്രതിജ്ഞ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം ഈ ഒരു പ്രതിജ്ഞ എന്ത് ചെയ്യണമായിരുന്നു, വില്യംസിനോട് ഒരു സത്യപ്രതിജ്ഞ ഇവർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഓക്കെ. ആഫ്റ്റർ റിസീവിംഗ് ലാൻഡ് 5 ഫ്രം ദ കിങ്, അപ്പൊ ഈ കിങ്ങിന്റെ അടുത്ത് നിന്ന് ഈ ഒരു 5 ഈ ഒരു ലാൻഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദീസ് നോബിൾ മെൻ വർ റെസ്പോൺസിബിൾ ഫോർ കളക്ടിങ് ടാക്സസ് ആൻഡ് പ്രൊവൈഡിങ് സോൾജിയേഴ്സ് വെൻ നീഡഡ്. അപ്പം ഈ എന്താണ് നോബിൾ മാൻ എന്ത് ചെയ്യേണ്ടി വന്നിരുന്നു, ഇതിനൊരു ടാക്സും അതുപോലെ തന്നെ എപ്പോഴാണോ കിങ്ങിന് സോൾജേഴ്സിന് ആവശ്യമായിട്ടുള്ളത് അപ്പോഴൊക്കെ മിലിറ്ററി സർവീസസ് കിങ്ങിന് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. They were titled as barons, earls and dukes. അപ്പം ഇങ്ങനെ ടാക്സ് കളക്ട് ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഈ കിങ്ങിന് വേണ്ടിയിട്ട് ഈ സോൾജേഴ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെയാണ് ബൈറൻസ്, ഏൾസ് ആൻഡ് ഡ്യൂക്സ് എന്ന് പറയുന്നത്. ഇൻ ദ ഫ്യൂഡൽ സിസ്റ്റം, ഈ ഫ്യൂഡൽ സിസ്റ്റത്തിൽ ദീസ് സിഗ്നിഫിക്കന്റ് ലോക്കൽ ഫിഗേഴ്സ്, ഈ ബാരൻസ്, നേരത്തെ പറഞ്ഞ ബാരൻസ്, ഡ്യൂക്സ്, ഏൾസ്, ഇവരെ ഈ ഒരു ലോക്കൽ ഫിഗേഴ്സ് എന്താണ്, were known as the tenants in chief. അവരെയാണ് tenants in chief എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ. then distributed their land to trusted Norman knights. പിന്നെ അവർ എന്ത് ചെയ്യും, they then distribute, അവർ പിന്നീട് അവരുടെ ലാൻഡ് എന്ത് ചെയ്യും, നോർമൻ നൈറ്റ്സിന്, അവർക്ക് വിശ്വാസമുള്ള നോർമൻ നൈറ്റ്സിന് എന്ത് ചെയ്യും, ഈ ലാൻഡ് കൊടുക്കും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നൈറ്റ്സ് റിസീവ്ഡ് സ്മോളർ പോർഷൻസ് ഓഫ് ദ ലാൻഡ് ടു ഗവേൺ. അപ്പം ഈ നൈറ്റ്സിന് ഗവേൺ ചെയ്യാനായിട്ട് ഒരു പീസ് ഓഫ് ലാൻഡ് കിട്ടും. ഓക്കെ. ചെറിയൊരു സ്മാളർ പീസ് ഓഫ് ലാൻഡ് ഇവർക്ക് പോർഷൻസ് എന്ത് ചെയ്യും, ഇവർക്ക് കിട്ടും. They had to swear an oath to barons, dukes or earls and handled tasks like tax collection and providing soldiers when required. അപ്പം ഈ എന്താണ്, ബാരൻസിനും ഡ്യൂക്സിനും ഏൾസിനും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരുന്നു, ഒരു സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു ഓത്ത് ഇവർക്ക് കൊടുക്കേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ ഈ നേരത്തെ നമ്മുടെ നോബിൾമാൻസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെ ടാക്സ് കളക്ഷനും അതുപോലെ തന്നെ സോൾജേഴ്സിനൊക്കെ ഇവർക്കും റിട്ടേൺ ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ ദീസ് ലോർഡ്സ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ ഇൻ ദർ റീജിയൻ. അപ്പം അവരുടെ റീജിയനിൽ ഒരു ലോ, അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഇവരൊരു ക്രൂഷ്യൽ റോൾ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ലോർഡ്സ് നീഡ് ടു പെർഫോം വെൽ ഇൻ ദെയർ ഡ്യൂട്ടീസ് ഓർ റിസ്കിംഗ് ലൂസിംഗ് ദെയർ പൊസിഷൻസ്. അപ്പം ഈ ലോർഡ്സിന് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അസൈൻ ചെയ്ത ഡ്യൂട്ടീസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞു ടാക്സ് ഒക്കെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു, അപ്പം ഇത്തരം ഇവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസ് എന്ത് ചെയ്യണമായിരുന്നു, ഇവർ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെന്ത് ചെയ്യേണ്ടി വരും, they pay for it. അവർക്ക് അതിന് എന്താ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അറ്റ് ദ ബോട്ടം വെർ ദ ഇംഗ്ലീഷ് സെർവ്സ്. അപ്പൊ ഇതിന് ഏറ്റവും താഴെ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് സെർവ്സ് ആണ്. ഹു ഹാഡ് ടു ഒബേ ഓർഡേഴ്സ് ഓർ ഫേസ് കോൺസിക്വൻസസ്. ഇവർക്ക് ഇവരുടെ മേളിലുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും, ഇപ്പൊ ഈ നോബിൾമാൻസ് ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ ബാരൻസ്, ഏൾസ്, ഡ്യൂക്സ്, ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഇവർക്ക് അതെന്ത് ചെയ്യണം, അനുസരിക്കണം. ഇത് അനുസരിച്ചിട്ടില്ല, ഇവർ ഇത് ഒബേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിന്റെ കോൺസിക്വൻസസ് ഇവർ തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. They faced harsh treatment and were always under the threat of Norman soldiers being used against them whenever they lived. അപ്പം അവരെവിടെയാണോ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, നോർമൻ സോൾജേഴ്സിനെ വെച്ചിട്ട് അവർ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അപ്പം ഇവരുടെ അടുത്ത്, ഈ സർവീസിന്റെ അടുത്ത് ഭയങ്കര ഹാർഷ് ആയിട്ടൊക്കെയാണ് ഇവർ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അവർ ട്രീറ്റ് ചെയ്തത് ഭയങ്കര ഹാർഷ് ആയിട്ടാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഓത്ത് ഓഫ് സാലിസ്ബറി 1086. Okay. The Oath of Salisbury is an event from 1086 AD. അപ്പം 1086 AD നടന്നിട്ടുള്ള ഒരു ഇവന്റ് ആണ് Oath of Salisbury. സാലിസ്ബറിയിൽ നടന്നിട്ടുള്ള ഒരു oath ആണത്. Okay. When William first gathered his high-ranking tenants and landlords at Old Sarum, Salisbury, where they swore allegiance to him. അപ്പം എന്താന്ന് വെച്ചാല് ഈ വില്യം എന്ത് ചെയ്തു, ഈ ഹൈ റാങ്കിങ്ങിലുള്ള ടെനൻസിനെയും ലാൻഡ് ഓണേഴ്സിനെയും ഒക്കെ എന്ത് ചെയ്തു, ഓൾഡ് സാരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാലിസ്ബറി ആണ്. അപ്പൊ ഈ സാലിസ്ബറിയിലേക്ക് എന്ത് ചെയ്തു, വിളിച്ചുകൂട്ടി. എന്തിനാന്ന് വെച്ചാല് ഇവിടെ വെച്ചിട്ട് വില്യംസിന് എന്ത് ചെയ്യേണ്ടി വന്നിരുന്നു, വില്യംസിന് ഒരു ഓത്ത്, ഒരു പ്രതിജ്ഞ കൊടുക്കേണ്ടി വന്നിരുന്നു. ഓക്കെ. William's oath of Salisbury was crucial to show his authority over English and Norman nobles. അപ്പം ഈ വില്യംസിന്റെ സാലിസ്ബറി ഓത്ത് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ക്രൂഷ്യൽ ആയിരുന്നു. ഹിസ് അതോറിറ്റി, അത് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഹിസ് അതോറിറ്റി, അധികാരത്തെയാണ്, ഓവർ ഇംഗ്ലീഷ് ആൻഡ് നോർമൻ നോബിൾസിന് മേലെയുള്ള വില്യംസിന്റെ അതോറിറ്റിയാണ് ഇത് കാണിക്കുന്നത്.
ഇതിന്റെ മെയിൻ ഗോൾ വാസ്, അപ്പം ഇറ്റ്സ് മെയിൻ ഗോൾ വാസ് ടു സ്ട്രെങ്തൻ ദ പവർ ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദ റൂളർ. ഈ റൂളറിന്റെ പവർ ആൻഡ് റെപ്യൂട്ടേഷൻ എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഓത്ത് ഓഫ് സാലിസ്ബറിയുടെ ഒരു എയിം എന്ന് പറയുന്നത്. ബൈ മേക്കിംഗ് ഓൾ ഇംഗ്ലീഷ് ലാൻഡ് ഓണേഴ്സ് സ്വയർ ലോയൽറ്റി ടു ഹിം. അപ്പം ഈ എല്ലാ ഇംഗ്ലീഷ് ലാൻഡ് ഓണേഴ്സും എന്ത് ചെയ്യണമായിരുന്നു, അദ്ദേഹത്തിനോട് ഒരു ലോയൽറ്റി അത് കാണിക്കണമായിരുന്നു. അത് അവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓത്ത് ഓഫ് സാലിസ്ബറി കിങ് എന്ത് ചെയ്തത്, ഉണ്ടാക്കിയത്, വില്യംസ് ഉണ്ടാക്കിയത്. ഓക്കെ, ദി ഓത്ത് വാസ് ഡിമാൻഡഡ് അറ്റ് എ ടൈം ഓഫ് ക്രൈസിസ് when വില്യം ഫേസ്ഡ് റിവോൾട്ട് ആൻഡ് ഇൻവേഷൻ. അപ്പം ഈ ഒരു ഓത്ത് നടക്കുന്നത്, ഈ ഒരു പ്രതിജ്ഞ നടക്കുന്നത് വില്യംസ് ഈ റിവോൾട്ടും അതുപോലെ തന്നെ ഇൻവേഷനും ഫേസ് ചെയ്യുന്ന ഒരു ടൈമിലായിരുന്നു, ഒരു ക്രൈസിസ് ടൈമിലായിരുന്നു. വില്യംസിന്റെ ഒരു ക്രൈസിസ് ടൈമിലായിരുന്നു ഈ ഓത്ത് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കോളേഴ്സ് ഓഫൻ ലിങ്ക് ദിസ് ഇവന്റ് ടു ഇംഗ്ലീഷ് ഫ്യൂഡലിസം. ഇപ്പം ഈ സ്കോളേഴ്സ് ഈ ഒരു ഇംഗ്ലീഷ് ഫ്യൂഡലിസം ആയിട്ട് ഇത് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാല്, സം സീ ഇറ്റ് ആസ് ദ സ്ട്രൈക്കിംഗ് ഇവന്റ് ഒഫീഷ്യൽ സ്റ്റാർട്ടഡ് ഓഫ് ഫ്യൂഡലിസം ഇൻ ഇംഗ്ലണ്ട്. ചിലർ ഇതൊരു സ്ട്രൈക്കിംഗ് ഇവന്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഒഫീഷ്യലായിട്ട് ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസം സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് ചില ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ചില സ്കോളേഴ്സ് ഇതിനെ കാണുന്നത്. സോ ഡബ്ല്യു സ്റ്റബ്സ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററിയൻ ഉണ്ട്. ഇൻ ഹിസ് ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്, അപ്പം ഇദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ബുക്കിനകത്ത് ഈ ഡിനൈസ് വിത്ത് ദിസ് ആർഗ്യുമെന്റ്, ഈ ആർഗ്യുമെന്റ് അദ്ദേഹം ഡിനൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഷോഡ് ദാറ്റ് ദി സാലിസ്ബറി ഓത്ത് വാസ് എ സൈൻ ഓഫ് ഹോമേജ്. അപ്പൊ ഈ സാലിസ്ബറി ഓത്ത് എന്ന് പറയുന്നത് ഒരു ഹോമേജിന്റെ സൈൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബൈ ഓൾ നോബിൾസ് ആൻഡ് അരിസ്റ്റോക്രാറ്റ്സ്. അപ്പം ഈ എല്ലാ നോബിൾസിന്റെയും അരിസ്റ്റോക്രാറ്റ്സിന്റെയും ഒരു ഹോമേജിന്റെ സൈൻ ആണ് ഈ സാലിസ്ബറി ഓത്ത് എന്ന് പറയുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഫ്യൂഡലിസത്തിലെ ഹോമേജ് മീൻസ് എ പേഴ്സൺ ഹു ഫുള്ളി സറണ്ടേഴ്സ് ആൻഡ് ഷോസ് ലോയൽറ്റി ടു ദെയർ ലോർഡ്സ്. അപ്പം ഈ ഫ്യൂഡലിസത്തിലെ ഹോമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, അയാള് കംപ്ലീറ്റ്ലി മുഴുവനായിട്ടും അയാളുടെ ലോർഡിന്റെ മുമ്പിൽ സറണ്ടർ ആവുകയാണ്. ആൻഡ് ഷോസ് ലോയൽറ്റി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ലോർഡിന്റെ മുമ്പിൽ എന്ത് ചെയ്യാണ്, ആ ഒരു വ്യക്തി കീഴടങ്ങുന്നതിനെയാണ് ഫ്യൂഡലിസത്തിൽ ഹോമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോമേജിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ബൈ ടേക്കിംഗ് ദ ഓത്ത്, ഈ ഒരു പ്രതിജ്ഞ എടുക്കുന്നതിലൂടെ എല്ലാ നോബിൾസും ലാൻഡ് ഓണേഴ്സ് എന്ത് ചെയ്യണമായിരുന്നു, ഹാഡ് ടു ഷോ ലോയൽറ്റി ടു വില്യമിനോട് അവരൊരു ലോയൽറ്റി കാണിക്കണമായിരുന്നു. സ്റ്റബ്സ് ബിലീവ് ദിസ് വാസ് വില്യംസ് പ്ലാൻ ടു ലെസൺ ദി ലാൻഡ് ലോർഡ്സ് പവർ. സ്റ്റബ്സ് ഇതിനെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, വില്യം ലാൻഡ് ഓണേഴ്സിന്റെയും ഒക്കെ പവർ അത് ലെസൺ ചെയ്യുക, അത് കുറയ്ക്കുക എന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു വില്യമിന് ഇതിൽ ഉണ്ടായിരുന്നെന്നാണ് നമ്മുടെ സ്റ്റബ്സ് വിശ്വസിക്കുന്നത്. സോ ദ ഓത്ത് ബൈ ലാൻഡ് ലോർഡ്സ് വാസ് എ വേ ഫോർ വില്യം ടു മേക്ക് ഹിസ് അഡ്മിനിസ്ട്രേഷൻ മോർ സെൻട്രലൈസ്ഡ് ആൻഡ് കൺട്രോൾ. അപ്പം ഈ ഒരു ഓത്ത്, ഈ ലാൻഡ് ലോർഡ്സിന്റെ ഒരു ഓത്ത് എന്ന് പറയുന്നത് വില്യത്തിന് അഡ്മിനിസ്ട്രേഷൻ കൂടുതലായിട്ട് സെൻട്രലൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉള്ള ഒരു വേ ആയിട്ടാണ് ഇതിനെ കാണുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡൂംസ്ഡേ ബുക്ക്. ഓക്കെ, ഡൂംസ്ഡേ ബുക്ക് ഇസ് എ മാനുസ്ക്രിപ്റ്റ് റെക്കോർഡ് ഓഫ് ദ ഗ്രേറ്റ് സർവേ ഓഫ് മച്ച് ഇംഗ്ലണ്ട് കംപ്ലീറ്റഡ് ഇൻ 1086 prepared as per the orders of William the Conqueror. വില്യം ദ കോൺകററിന്റെ ആജ്ഞപ്രകാരം എന്ത് ചെയ്യാണ്, 1086 ഒരു ഇംഗ്ലണ്ടിന്റെ കംപ്ലീറ്റ് ഗ്രേറ്റ് സർവേ ആണ് ഈ ഒരു മാനുസ്ക്രിപ്റ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡൂംസ്ഡേ ബുക്ക് വാസ് റിട്ടൺ ബൈ വില്യം ഓഫ് കലൈസ്. അപ്പം ഈ ഡൂംസ്ഡേ ബുക്ക് എന്ന് പറയുന്നത് വില്യം കലൈസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ലോയർ ആണ് എഴുതിയിട്ടുള്ളത്. വില്യം വാണ്ടഡ് ടു ദിസ് ബിഗ് കൗണ്ട് ടു ഹാവ് സ്ട്രോങ്ങർ കൺട്രോൾ ഓവർ ദ ഫ്യൂഡൽ ലോർഡ്സ് ആൻഡ് ദെയർ സബോർഡിനേറ്റ്സ്. അപ്പം ഈ വില്യത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ സബോർഡിനേറ്റ്സ്, ലോർഡ്സിന്റെയും അവരുടെ സബോർഡിനേറ്റ്സിന്റെയും ഒരു ഫ്യൂഡൽ ലോർഡ്സിന്റെയും അവരുടെ സബോർഡിനേറ്റ്സിന്റെ ഒക്കെ അക്കൗണ്ട്, അതായത് അവരുടെ സ്വത്ത് വിവരങ്ങളൊക്കെ ആയിരുന്നു ഇതിലൂടെ എന്ത് ചെയ്തിരുന്നത്, വില്യത്തിന് അറിയേണ്ടിയിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രേറ്റ് സർവേ റെക്കോർഡ് നമ്മുടെ ഫ്രഞ്ച് ലോയർ ആയിട്ടുള്ള വില്യം കാലൈസിന്റെ അടുത്ത് എഴുതാൻ പറഞ്ഞത്. സോ വില്യംസ് നീഡഡ് മണി ഫോർ ഹിസ് ആർമി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അപ്പം ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിനും അതുപോലെ തന്നെ ആർമിക്കും വേണ്ടിയിട്ട് എന്ത് വില്യംസിന് പൈസ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സോ ഹി ഡിഡ് എ ബിഗ് ചെക്ക് ഓൺ പീപ്പിൾസ് വെൽത്ത്. അപ്പം വില്യം എന്താ ചെയ്തതെന്ന് വെച്ചാല് ജനങ്ങളുടെ വെൽത്ത് ചെക്ക് ചെയ്യാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞു ഗ്രേറ്റ് സർവേ എന്നുള്ള ബുക്ക് പറഞ്ഞില്ലേ, അപ്പം അതിലൂടെ വില്യം എന്താ ചെയ്തതെന്ന് വെച്ചാല് ജനങ്ങളുടെ വെൽത്ത് ചെക്ക് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ആൻഡ് ബിലോങ്ങിങ്സ് അക്രോസ് ദ ലാൻഡ്. ഓക്കെ,
This also helped him to know their financial situation and he wanted to raise the taxes. അപ്പം ഇതെന്ത് ചെയ്തു, വില്യംസിനെ എന്ത് ചെയ്തു, ജനങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അറിയാൻ ഹെൽപ്പ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ വില്യംസിന് എന്ത് ചെയ്യണമായിരുന്നു, വില്യംസ് ടാക്സ് റൈസ് ചെയ്യാൻ, ടാക്സ് ഒന്നും കൂടെ കൂട്ടാൻ വില്യംസ് ആഗ്രഹിച്ചു. ദ ടാക്സ് ഇൻ ഹിസ് കിങ്ഡം ഡിപ്പെൻഡഡ് ഓൺ ദ സർവേ റിസൾട്ട്. അപ്പം ഈ ടാക്സ് വില്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ റൈസ് ചെയ്യാൻ ആഗ്രഹിച്ച ടാക്സ് എന്ന് പറയുന്നത് സർവേന്റെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു. ദ ഇൻഫർമേഷൻ ഇൻ ദ സർവേ വാസ് കളക്റ്റഡ് ബൈ റോയൽ കമ്മീഷണേഴ്സ്. അപ്പം ഈ ഒരു സർവേയുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ദ ഇൻഫർമേഷൻ ഇൻ ദ സർവേ, സർവേയിലെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് റോയൽ കമ്മീഷണേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇവരാണ് ഈ ഒരു സർവേയുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ദേ ക്യാരി എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇവരെന്ത് ചെയ്യും, ഈ സർവേ സർവേ ചെയ്യാൻ പോകുന്ന ടൈമിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവർ ക്യാരി ചെയ്യും. This fascinating document helped to understand how land was used, landowners' lives and disputes between neighborhood. അപ്പം ഈ ഒരു ഡോക്യുമെന്റ്, ഈ ഒരു ഫാസിനേറ്റിംഗ് ഡോക്യുമെന്റ് എന്തിനെ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചാൽ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ലാൻഡ് വാസ് യൂസ്ഡ്, എങ്ങനെയാണ് ഇവര് ലാൻഡ് യൂസ് ചെയ്യുന്നതെന്നും ലോക്കൽ ലാൻഡ് ഓണേഴ്സിന്റെ ലൈഫ് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഇവരുടെ നെയ്ബർഹുഡ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ്, അതായത് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഡോക്യുമെന്റിലൂടെ നമുക്ക് അറിയാൻ ഈ ഡോക്യുമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഡൂംസ്ഡേ ബുക്ക് എന്ന് പറയുന്നത് ഇത് 2 വോളിയമാണ്, കൺസിസ്റ്റ് 2 വോളിയംസ്, 2 വോളിയത്തിലാണ് ഈ ഡൂംസ്ഡേ ബുക്ക് ഉള്ളത്. ദ വോളിയം 1 നോൺ ആസ് ഗ്രേറ്റ് ഡൂംസ്ഡേ. അപ്പം വോളിയം 1-നെ ഗ്രേറ്റ് ഡൂംസ്ഡേ എന്നാണ് അറിയുന്നത്. പിന്നെ ദ ഡൂംസ്ഡേ ബുക്ക് കൺസിസ്റ്റ് 2 വോളിയംസ്. ഈ ഡൂംസ്ഡേ ബുക്ക് 2 വോളിയം കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ വോളിയം, നേരത്തെ പറഞ്ഞ 2 വോളിയം കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ രണ്ടാമത്തെ വോളിയം, ഓക്കെ, രണ്ടാമത്തെ വോളിയത്തില് ലിറ്റിൽ ഡൂംസ്ഡേ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കണ്ടെയ്ൻസ് ഡീറ്റെയിൽഡ് സർവേ ഓഫ് ദ കൗണ്ടീസ് ഓഫ് എസെക്സ്, നോർഫോക്ക് ആൻഡ് സഫോക്ക്. അപ്പം ഈ എസെക്സ്, നോർഫോക്ക്, സഫോക്സിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് സർവേ തന്നെ ഈ ഒരു ലിറ്റിൽ ഡൂംസ്ഡേ എന്ന് പറയുന്നത് ഡൂംസ്ഡേയുടെ സെക്കൻഡ് പാർട്ടിൽ ഉണ്ട്, സെക്കൻഡ് വോളിയത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഫോർ ഹിസ്റ്ററിയൻസ് ഓഫ് ആംഗ്ലോ സാക്സൺ ഇംഗ്ലണ്ട്, ഈ ആംഗ്ലോ സാക്സൺ ഇംഗ്ലണ്ടിലെ ഹിസ്റ്റോറിയൻസ് കൺസിഡർ ദിസ് ബുക്ക് ഈസ് വെരി വാല്യുബിൾ. ഇവർ ഈ ഒരു ബുക്കിനെ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ബുക്കായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് കോൾഡ് ദ ഡൂംസ്ഡേ ബുക്ക് ബിക്കോസ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഡീറ്റെയിൽസ് ജസ്റ്റ് ലൈക്ക് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഓർ ഡൂംസ്ഡേ. അപ്പം ഇൻ ബൈബിളിലുള്ള ഒരു കൈൻഡ് ഓഫ്, ബൈബിളിൽ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അല്ലെ, ഡൂംസ്ഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഡേ. ഓക്കെ, അപ്പം ഇതിനെ കുറിച്ചിട്ടൊക്കെ ബൈബിളിൽ പരാമർശിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ എന്തായിരുന്നു, ഈ ഡൂംസ്ഡേ ബുക്കിനെ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ബുക്കായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കറന്റ്ലി ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ സ്പെഷ്യൽ മെയ്ഡ് ചെസ്റ്റ് അറ്റ് ലണ്ടൻസ് പബ്ലിക് റെക്കോർഡ് ഓഫീസ്, കീവ്, ലണ്ടൻ. അപ്പം ഇപ്പൊ ഈ ഒരു ബുക്ക് ലണ്ടനിലെ കീവിൽ ഒരു പബ്ലിക് റെക്കോർഡ് ഓഫീസിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. And hope you'll understand. That's all for today. Thank you.